നൂലാമാലകളാണ് നമ്മുടെ ചുറ്റും മുഴുവൻ. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുക എത്ര വകുപ്പിനെ കാണണമെന്നറിയൂ. അപ്പോൾ അതിലൊക്കെ ഇടപെട്ട് പരമാവധി അവരെ സഹായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരിക്കലും രാഷ്ട്രീയമായിട്ട് കാണാൻ കഴിയില്ല. രാഷ്ട്രീയത്തിന് അതീതമായി പാലക്കാട് പോലെ 25 വർഷം ഒരു കോട്ടയായിട്ട് കൊണ്ടുവരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉള്ള ഒരു കോട്ട ടിപ്പു സുൽത്താന്റെ കോട്ട മാത്രമാണ്. അപ്പൊ അത് അങ്ങനെ ആകണം. പ്രകൃതിയെ നമ്മൾ മാനിക്കണം, അല്ലെ? നമ്മുടെ സമൂഹത്തെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മുതിർന്ന എത്രയോ പത്രപ്രവർത്തകരുമായിട്ട് എനിക്കുള്ള ഒരു ബന്ധം ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെയായിട്ടുള്ള ബന്ധം, നമുക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം പുറത്തിറങ്ങി പോവുകയാണ്. അതുകൊണ്ട് ഒരു സർവേയില് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനത്തിൽ ഒന്നും നിൽക്കുന്നതല്ല. നമ്മൾ കഠിനമായി പ്രവർത്തിച്ചാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. തുളസി സ്ഥാനാർത്ഥിയാവുമ്പോൾ ഈ ആശയം ചില കോണുകളിൽ നിന്ന് വന്നിട്ടില്ല അതില്ലല്ലോ. ചില പാർട്ടിക്കാർ അതിന് ഇതിന് കമ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും ഇതും വിവാദമാക്കാൻ ശ്രമിച്ചു. അത് നന്നായി വിവാദമായി. ഇതൊരു വിവാദം ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്താ അറിയോ? ഞാൻ കല്യാണം കഴിക്കുന്നത് തന്നെ തുളസി പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ച് അന്ന് കണ്ട പരിചയം കൊണ്ടാണ്. ആ ഇലക്ഷൻ 2004 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിവാദം. അപ്പൊ എന്നേക്കാൾ മുമ്പേ പാർലമെന്റിൽ മത്സരിച്ച ആള്, 2000 അസംബ്ലിയിൽ മത്സരിച്ച ആള്, അതുപോലെ 5 വർഷം അപ്പോഴും ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് തൃശ്ശൂർ. ഞാനപ്പോൾ മുനിസിപ്പൽ കൗൺസിലറാണ്. ആലോചിച്ച് നോക്കി. അങ്ങനെയാണ് 2019 എനിക്ക് സീറ്റ് ഇട്ട് ഞാൻ MP ആവും. തുളസി 3 പ്രാവശ്യം മത്സരിച്ചിട്ടും തോറ്റിരിക്കുക. രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമില്ല. ഇതിപ്പോ എന്താ ഉണ്ടായി? 2024 വീണ്ടും ഞാൻ MP ആയി. അപ്പൊ തുളസിക്ക് സീറ്റ് കിട്ടി, ജയിച്ചു. എന്നെക്കാളും പ്രോട്ടോകോളിൽ വലുതായി മന്ത്രിയായി, അല്ലെ? അതല്ലേ സംഭവിച്ചത്. അത് കോൺഗ്രസ് പാർട്ടിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുന്നു, താഴെത്തട്ടിലുള്ളവരെയും ഉയർത്തുന്നു എന്നുള്ളൊരു നല്ല മെസ്സേജാണ്. ഞങ്ങളെ കുടുംബത്തെ സംബന്ധിച്ചാണ് ഫുൾ ടൈം രാഷ്ട്രീയമാണ്, അല്ല വേറൊന്നും അവിടെ ഇല്ല. സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ നിൽക്കുന്നത് പാർട്ടി തിരിച്ചറിഞ്ഞു. പാർട്ടി മാത്രമല്ല, ജനം തിരിച്ചറിഞ്ഞു. അവിടെ പാർട്ടിയും അറിഞ്ഞില്ല, ജനവും അറിഞ്ഞില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണല്ലോ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ചർച്ചകളിലൂടെ കണ്ടത്. അത്രയേ ഉള്ളൂ. എന്തായാലും ഡൽഹിയിൽ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പുറത്തു നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒത്തുകൂടാൻ കിട്ടി. പ്രത്യേകിച്ച് പത്രപ്രവർത്തക യൂണിയൻ സുഹൃത്തുക്കളായ എല്ലാവരോടും പ്രത്യേകമായ നന്ദി പറയും. ഇതില് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആളാണ് ഇതിനോട് ഇപ്പോഴേ ഇത് എത്രയോ പ്രാവശ്യമായി നിങ്ങൾ എല്ലാരും അറിയിക്കാനുള്ള സ്ഥലമാണ് ജോർജ് ചെയ്തോണ്ടിരിക്കുന്നത്. അതല്ലേ? അതായത് വിവാഹിതനാകുമ്പോ 33 വയസ്സായി. അപ്പോ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം KSU യൂത്ത് കോൺഗ്രസ് നടന്ന് അതൊക്കെ മറന്ന് ഫുൾ ഡെഡിക്കേറ്റഡ് പാർട്ടി എന്റെ പീപ്പിൾ. അപ്പൊ അങ്ങനെ നടക്കുമ്പോഴാണ് ഇലക്ഷൻ വരുന്നത്. ആ ഇലക്ഷനിൽ ഞാൻ ഒറ്റപ്പാലം പാർലമെന്റ് മണ്ഡലമായിരുന്നു. അപ്പം KR നാരായണന് മുമ്പ് ഞങ്ങളെ 3 പ്രാവശ്യം MP-യും കേന്ദ്രമന്ത്രിയൊക്കെയാണ്. അപ്പോ അത് കഴിഞ്ഞ് വരുന്ന ഇലക്ഷനാണ്. സ്വാഭാവികമായിട്ട് തുളസി ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അപ്പോൾ പരിചയപ്പെട്ടതാണ് ഇലക്ഷൻ സമയത്ത്. അങ്ങനെ അവിടെ ഇടപഴകുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ ഒരു നല്ല വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നി. തിരിച്ച് തുളസിക്കും തോന്നി. അത് തന്നെ വിവാഹം. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം റിസൾട്ട് വരാനൊന്നും കാത്തിരുന്നില്ല. 1 മാസം ഇല്ലില്ല, റിസൾട്ട് വന്നിട്ട് വിവാഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ 1 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഈ ആലോചനയൊക്കെ അവർക്ക് തീരുമാനിച്ചത്. അപ്പൊ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ കല്യാണം കഴിക്കാന്നല്ല, മനസ്സിലായില്ല. അതെ, ഞാൻ തന്നെ. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കണമല്ലോ. ഹംസൊന്നും ആവശ്യമുള്ളൂ. ഞാൻ അവരെ വീട്ടുകാരായിട്ട് സംസാരിച്ചു, എന്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചു. ഒരു ലളിതമായ കല്യാണമായിരുന്നു. പക്ഷെ വന്നത് 1000-കണക്കിന് ആൾക്കാരെ അവർക്ക് ആകെ കൊടുത്തത് ചായയും ബിസ്ക്കറ്റ് പകുതി ആകുമ്പോൾ തീരും. 22 വർഷം കഴിഞ്ഞു. അപ്പോ ഇതില് എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്, തുളസിക്ക് സാധനം കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയതുകൊണ്ടോ കിട്ടാത്തതുകൊണ്ടോ സങ്കടമോ പരിഭവമോ ആരോടും പറഞ്ഞില്ല. പലപ്പോഴും പല അവസരം കിട്ടിയിട്ടില്ല. ഞാൻ 2000 ഇവിടെ വരുമ്പോൾ ശരത്തിനെയും ജോർജേട്ടിനെയും അശോകേട്ടനെയും പരിചയപ്പെട്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. ഇവിടെ 4 വർഷം പ്രവർത്തിച്ച് ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു സ്ഥാനമില്ല. KPCC-യിൽ സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്തിട്ട് 9 വർഷം നടന്നു. അപ്പോഴും ഫുൾ ടൈം പ്രവർത്തനമാണ്. അവിടെ ഇടയ്ക്ക് ഡൽഹി വരുമ്പോൾ നിങ്ങളൊക്കെ കാണാം. ഈ സൗഹൃദവും സന്തോഷവും ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അനുഭവിച്ച് തന്നെ അറിയാം. അപ്പോ ഇനി രാഷ്ട്രീയം നോക്കിയാൽ മറ്റെല്ലാ പാർട്ടികളിലും ഞാനായിട്ട് സൗഹൃദമുള്ള എത്രയോ പേരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറിച്ചുള്ള ഒരു ആക്ഷേപം ലോക്സഭ വന്നിട്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ ആരെങ്കിലും ചങ്ങാതിയാണ്. അപ്പോ
ആകെ ഒരാളേ ഉള്ളൂ LDF. ഞാൻ വിടാൻ പറ്റുമോ? നമ്മളിവിടെ ഒരുമിച്ചല്ലേ. അരിമുനും അറിയാം, ഞങ്ങൾ തമ്മിൽ ഏറ്റവും വലിയ കൂട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ ഈ സൗഹൃദവും ഈ ബന്ധമൊക്കെ നമുക്ക് എപ്പോഴും നല്ലതാണ്. കേരളത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇപ്പോഴും. പിന്നെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രോജക്റ്റുകളും പദ്ധതികളും അതിലിങ്ങനെ മുഴുകി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനും സമയം കിട്ടി. ആകെയുള്ള പ്രശ്നം വെച്ചാൽ വീട്ടിൽ ചെന്ന പണ്ട് എപ്പോഴേയും വീട്ടിൽ ചെന്ന് ഭാര്യയെ കാണുന്നു. ഇപ്പൊ ആളെ കാണുകയും ഞാൻ തിരുവനന്തപുരത്ത് പോകുന്ന അവസ്ഥ. അത്രേ ഉള്ളൂ. എയർഫോഴ്സിലെ അഡ്വൈസ് മെമ്മോ എയർഫോഴ്സ് അല്ല, അഡ്വൈസ് മെമ്മോ ഒന്നും വന്നില്ല.